ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു അനദർ വീഡിയോ. അങ്ങനെ രാജാ സാബ് എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ പോയി കണ്ടടേ. പ്രഭാസാണ് നടൻ, 3 നടിമാർ, സഞ്ജയ് ദത്ത്. സഞ്ജയ് ദത്ത് എങ്ങനെ നടന്ന നടനായിരുന്നു സഞ്ജയ് ദത്ത്. അന്നേരം ആവട്ടെ. പിന്നെ മാരുതി എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. തമനാണ് മ്യൂസിക്. പിന്നെ തെലുങ്കിലുള്ള മിക്ക അത്യാവശ്യം കിടിലൻ ടെക്നീഷ്യൻസൊക്കെ തന്നെയാണ് ക്യാമറ വർക്ക്, എഡിറ്റിങ്, പകല സാധനങ്ങൾ ചെയ്തേക്കുന്നത്. VFX വളരെ പ്രാധാന്യം കൂടിയ ഒരു പടമാണിത്. അതിനെപ്പറ്റി ഞാൻ പറയാം. സിനിമ എൻ്റെ പൊന്നണ്ണ, സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് പടം ഇവിടെ എടുത്ത് വെച്ചേക്കണം. ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഒരു ഫ്ലോ ഇല്ല, വളരെ ദുരന്തം പിടിച്ച സ്ക്രീൻ പ്ലേ, ഒട്ടും എൻഗേജിങ് അല്ലാത്തൊരു പടത്തിനെയൊക്കെ എങ്ങനെയാണ് 3 മണിക്കൂറിൽ മുകളിലൊക്കെ കട്ട് ചെയ്ത് വെക്കണത്. ഞാൻ പറയാം, ഇത് പ്യുവർലി ഒരു മലയാളീസ് പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടത് തെലുങ്ക് സിനിമ ഇത് തന്നെയാണ്, അല്ലാതെ ഡബ്ബൊന്നും അല്ല. തെലുങ്കിൽ ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ കോമഡി ആയിക്കോട്ട്, ഒബ്വിയസ്ലി ഇത് അവർക്ക് വേണ്ടി ഇറക്കുന്ന പടമാണ്. ചിലപ്പോൾ ഇത് അവർക്ക് വർക്ക് ആവുമായിരിക്കും. പക്ഷേ ആസ് എ മലയാളി ഓഡിയൻസ് ഐ ഡിഡ്ന്റ് ലൈക്ക് ദിസ് മൂവി അറ്റ് ഓൾ. വളരെ എന്താ പറയുക, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള ഒരു സിനിമ. ഭയങ്കര കണ്ട് മടുത്ത, കേട്ട് മടുത്ത. അവസാനമൊക്കെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാച്ചി, നരൂത്തോൽ ഇറ്റാച്ചിയില്ലേ, ജെൻജുത്സു, നിങ്ങൾ കാണുന്നതല്ല ശരി, ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരണേന്നൊക്കെ പറഞ്ഞ ഹിപ്നോട്ടിസവും പരിപാടിയൊക്കെ, അതാണ് സിനിമയിലെ ക്ലൈമാക്സ്. പിന്നെ ഈ സിനിമയിൽ ട്രെയിലറും കണ്ട് പടം വിലയിരുത്തരുത്. ഈ ട്രെയിലറിലുള്ള കുറേ കാര്യമൊന്നും ഈ സിനിമയിലില്ല. ഒരു മോളിലൊക്കെ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യണമൊക്കെ സാധനമുണ്ട് ട്രെയിലറിൽ, അതൊന്നും ഇല്ല ഈ പടത്തിൽ. ഇങ്ങനെ ഒരു വേറൊരു വേഷത്തിൽ രാജാപ്പാട്ട് വേഷത്തിലേക്ക് ഇരിക്കുന്ന സാധനമുണ്ട് ഒരു പോസ്റ്ററിലുള്ള, അതൊന്നും ഇല്ല. 3.5 മണിക്കൂറുണ്ട് ഈ പടം. 200 മിനിറ്റിൻ്റെ റൺ ടൈമിൽ എന്ത് തേങ്ങയാണോ അവരെ എടുത്ത് വെച്ചേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ പ്രഭാസിൻ്റെ കാര്യം, എനിക്ക് വെച്ചിരിക്കുന്ന വിഗ് വളരെ മോശം. ഞാനിത് പറയണത് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നണം. പുള്ളി നല്ലൊരു വിഗ്ഗാണ് വെച്ചേക്കണത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഫൈറ്റ് സീനിൽ നിന്നടിക്കുക എന്നുള്ള അല്ലാത്ത പരിപാടിയില്ല. ദേഹം അനങ്ങി ചെയ്യുന്നതൊന്നും പ്രഭാസല്ല. എല്ലാം തല വെട്ടി ഒട്ടിച്ചിട്ടുള്ള പരിപാടിയുള്ള നമ്മളെ കൂലിയിൽ രജനീകാന്തിനൊക്കെ ചെയ്ത് കൊടുത്ത സാധനമാണത്. അത് വളരെ എവിഡൻ്റ്ലി ഈ സിനിമയിൽ കാണാം. അയ്യോ, ഒരു ഫസ്റ്റ് ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, അതിലൊക്കെ പക്കയായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് തല വെട്ടി ഒട്ടിച്ച് വെച്ചേക്കണേണെന്ന്. ഡാൻസ്, ഒരു പാട്ടുണ്ട് ഈ സിനിമയിൽ, ഇഷ്ടംപോലെ പാട്ടുണ്ട് കേട്ടോ. എന്തിനോ എന്തോ ഒരു കാര്യമില്ലാതെ നിന്നിപ്പോൾ മറ്റേ പാട്ടിലോട്ട് പോണ പരിപാടിയൊക്കെ ഉണ്ട്. അതിൽ ഒരു പാട്ടിൽ ഇവരേതോ ഫോറിൻ സ്ഥലത്താണ്, പുള്ളിയില്ല. ആ ഡാൻസ് സീക്വൻസിൽ പുള്ളി ഗ്രീൻ സ്ക്രീനിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഭയങ്കര എവിഡൻ്റ്ലി മനസ്സിലാവും. ബിക്കോസ് ലുക്ക് പോണത് വേറെ അങ്ങോട്ടോ നടിക്കുള്ള ലുക്കുണ്ടല്ലോ. ഇങ്ങനെ ഒരു പടം എടുത്ത് വെച്ചേക്കണ്ടേ. ഇതൊക്കെ 2-3 വർഷം എടുത്ത് ഷൂട്ട് ചെയ്യണ സിനിമയാണ്. എന്തോ നടി ഇതൊക്കെ. അല്ല, എനിക്ക് കാര്യം ചോദിക്കണത്, എന്താ സംഭവിക്കുന്നത്? എൻ്റെ അടുത്ത് ആരോ പറഞ്ഞ് പുള്ളിക്കിപ്പോൾ കുറച്ച് ഫിസിക്കൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആഫ്റ്റർ ബാഹുബലി കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് പക്ഷേ ആൾക്കാർക്ക് നല്ല ബുദ്ധിയുണ്ട്. ആൾക്കാർ ഇതുപോലെ പൊട്ടന്മാരല്ല ഇങ്ങനെ വന്നിരുന്നിട്ട് ഓ ശരി ഏട്ടാ ഇത് പ്രഭാസാണല്ലേ ചെയ്യണമെന്ന് നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. കഴിഞ്ഞതിൻ്റെ കാലഘട്ടമൊക്കെ സഞ്ജയ് ദത്തിനെയൊക്കെ വില്ലനാക്കിയിട്ടുണ്ട്. ഒരു പ്രേതമാണ് സഞ്ജയ് ദത്ത്. അയ്യോ, സഞ്ജയ് ദത്ത് പ്രേതം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രേതത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി, പേടിയുടെ കാര്യത്തിൽ. ഇനി എന്തൊക്കെയോ ഹൊററിന് വേണ്ടി ഹൊറർ എടുത്ത് വെച്ചേക്കണം. കോമഡി എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഈ സന്താനത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം, DD റിട്ടേൺസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനെയും കാട്ടിലും ബെറ്റർ കോമഡി ഉണ്ട്. അതൊരു ഭയങ്കര പടമൊന്നുമല്ല ഞാൻ പറയണം, പക്ഷേ ആ സിനിമയിലെ കോമഡി, ഹൊറർ കോമഡി, ഇതിൽ നിന്നും കോമഡി ഉണ്ട്. പിന്നെ ഇതിലാകെ ഉള്ളത് പ്രഭാസ് അത്യാവശ്യം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു മസിൽ പിടിക്കുന്ന പ്രഭാസല്ല. ഇത്തിരി ഒരു അയഞ്ഞ് കുറച്ച് മറ്റേ ഭയങ്കര ലൂസായിട്ടൊക്കെ നടക്കുന്ന ഒരു പ്രഭാസിനെ നമുക്കിതിൽ കാണാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി ഞാൻ തന്നെ ഒരു പ്രഭാസിൻ്റെ ഫൈറ്റ് കാണുക എന്നുള്ളൊരു ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫൈറ്റ് എന്ന് പറയുന്നതിൽ പ്രഭാസ് ചെയ്യുന്നില്ല. പിന്നെ എന്തോന്ന് നമ്മൾ പിന്നെ ആ സ്റ്റണ്ട് ചേട്ടൻ ചെയ്യണ സ്റ്റണ്ട് കാണാൻ വന്നിരിക്കണം. പുള്ളിയുടെ തല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറ്റേ നമ്മൾ ഇരിക്കും ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ വെക്കൂലേ, നമ്മൾ മറ്റിങ്ങനെ ആൾക്കാരുടെ തല കട്ട് ചെയ്ത് തലയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യില്ല, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു പടം എടുത്ത് വെച്ചേക്കുന്ന രാജാ സാബ് എന്ന് പറഞ്ഞാൽ കോടികൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ സിനിമ എടുക്കണം, കോടികൾ. ഞാൻ പറഞ്ഞ പ്രഭാസിന് സിമ്പിൾ പടം ചെയ്യണമെങ്കിൽ എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ ഈ ബ്രഹ്മാണ്ടം എന്ന് ചിന്തി. എനിക്ക് നടന്മാരുടെ കേസിൽ മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമ്മളെ നാട്ടിൽ അത്യാവശ്യം പിന്നെയും കുഴപ്പമില്ല,
ഒന്ന് ബ്രഹ്മാണ്ഡമായി കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാണ്ഡം മാത്രം, ബ്രഹ്മാണ്ഡം ഒള്ളി. അല്ലു അർജുനൊക്കെ അങ്ങനെയായി പോയി. അല്ലു അർജുന ഇപ്പോൾ സാധാ മറ്റേ ആളാ വൈകുണ്ഠപുരമൊന്നും പറ്റൂല, ബ്രഹ്മാണ്ഡം ഏതേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ ആരാണ് നിങ്ങൾക്ക് ഈ അഡ്വൈസൊക്കെ തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ ജോണറും ചെയ്യാൻ ശ്രമിക്കുക, അതിലൊരു പുതുമയുണ്ടാകും, അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാകും. പുതിയ ഡയറക്ടേഴ്സിന് കൊടുക്കുക, അവന്മാരെ കൊണ്ട് ബ്രഹ്മാണ്ഡം എടുപ്പിക്കാതിരിക്കുക. അവരുടെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷനിൽ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. നിന്ന നിപ്പിൽ മറ്റേ ഞാൻ വലിയൊരു മനുഷ്യനെ ഇടിച്ചിടുന്ന ഒരുത്തനായി മാറണം എന്നൊക്കെ പറയണതൊക്കെ എന്ത് കോമഡിയാണ്. ഇതൊക്കെ ആരുടെ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരണം? വലിയ നടന്മാർ കുറച്ചെങ്കിലും ഒരു സെൻസ് ഉണ്ടാക്കണം. യു ഹാവ് ടു തിങ്ക് അബൌട്ട് മേക്കിംഗ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് റാദർ ദൻ സ്റ്റിക്കിംഗ് ടു മീഡിയോക്കർ ലെവൽ. മറ്റേ സെയിം മോൾഡ് ബാഹുബലി സാധനം. ഞാൻ വരുമ്പോൾ മറ്റേ ഇടിയിടിക്കണം, മറ്റേ പറക്കണം, എന്നെ മറ്റേ ദൈവീകമായി കാണിക്കുക. എന്തരാണെങ്കിലും നല്ല പൊളപ്പം പടം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ വന്ന് രേഖപ്പെടുത്തുക. എനിക്ക് വളരെ വിഷമമുണ്ട്. പ്രഭാസ് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ബാഹുബലിയിലൊക്കെ പുള്ളി തന്നെയാണ് എല്ലാ സ്റ്റണ്ടും ചെയ്തത്. എനിക്കൊന്നും മനസ്സിലാവില്ലേ. നിങ്ങൾ പടം കണ്ടിട്ട് വന്ന് പറഞ്ഞു നിങ്ങൾ നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. എന്തിനാണെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്. ഓ പൊന്നണ്ണ, നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഇരുന്ന് കണ്ടോളി. അല്ലാതെ എനിക്ക് കാണണ്ട നിൻ്റെ കോപ്പിലെ സെക്കൻഡ് പാർട്ട്. ജോക്കറിനെ പോലത്തെ എന്തിനൊക്കെ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് പാർട്ട് തേങ്ങേരാജി.